മുഖ്യമന്ത്രി വരട്ടെ, എന്നിട്ട് നമുക്ക് പ്രതിപക്ഷത്തേക്ക് കിടക്കാം. മുഖ്യമന്ത്രി ഉണ്ടായാലല്ലേ പ്രതിപക്ഷം ഉണ്ടാവുള്ളൂ. ഭരണപക്ഷത്തിനാണ് പ്രതിപക്ഷം. ഇനി ഇതിങ്ങനെ തുടരാൻ തീരുമാനിച്ചില്ലെങ്കിലും എന്തായാലും അവിടുത്തെ ചർച്ച കഴിയട്ടെ. ഇനി കേരളത്തിലെ വോട്ട് ചെയ്തവരെ വിളിപ്പിക്കരുത്, അങ്ങനെ ഒരു അഭ്യർത്ഥനയുണ്ട്. തീരുമാനിച്ച് പറയാന്നേ. തീർച്ചയായിട്ടും സയന മറ്റ് നിരവധി പേരുടെ കൂട്ടത്തിൽ അന്ന് തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പിനിടയിൽ വന്നിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന പോലെ തെരഞ്ഞെടുപ്പിൽ വന്ന് കണ്ട് പോരുകയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ധ്യാനും നിവേദും ഇഷാനും 4 മുതൽ 8 വരെ പ്രായത്തിനിടയിൽ 3 പേര് ഒരുമിച്ച് നഷ്ടപ്പെട്ട ഒരു കുടുംബനാഥയാണ് അവർ. തിരിച്ചു പോരുമ്പോൾ സഹോദര തുല്യമായിട്ടുള്ള സ്നേഹത്തോടെ സയന ജയിച്ചിട്ട് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിരുന്നു. ഉറപ്പായിട്ടും വരും എന്ന് ഞാൻ വാക്ക് പറയുകയും ചെയ്തിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ സയനയും അനീഷും മാത്രമല്ല, ഇവിടുത്തെ ദുരന്തബാധിതരുമല്ലാത്തവരുമൊക്കെ ആയിട്ടുള്ള നല്ലൊരു ശതമാനം ആളുകളോട് കുടുംബബന്ധം പോലെ ആത്മബന്ധം പുലർത്തുന്ന ഒരാളാണെന്നുള്ളതുകൊണ്ട് ഞാൻ 4-ാം തീയതി തിരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞ് 5-ാം തീയതി തന്നെ ഇങ്ങോട്ട് വരണം എന്ന് ഞങ്ങൾ നിശ്ചയിച്ചതാണ്. പിന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പാർട്ടി കമ്മിറ്റികൾ, മഴ, ഇപ്പം ഞങ്ങളവിടുത്തെ LDFൻ്റെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികളാകെ ഒല്ലൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിന് നേതൃത്വം നൽകിയ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഭാരവാഹികളാകെ ഒരുമിച്ച് വാക്കുപാലിക്കുക എന്നുള്ളതല്ല. സയനയുടെ കുടുംബം എന്ന് പറയുമ്പോൾ വ്യക്തിപരമായി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ജ്യേഷ്ഠ സഹോദര തുല്യമായിട്ടുള്ള ബന്ധം പുലർത്തുന്നൊരു കുടുംബം എന്ന നിലയിൽ വരാനും ഇവരുടെയൊക്കെ താമസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്ന ടൗൺഷിപ്പിൽ ഒന്ന് പോകാനും ഇവരുടെയൊക്കെ വീടുകളുടെ സ്ഥിതി എന്തായെന്നറിയാനും ഒക്കെയുള്ള ആകാംക്ഷ കൊണ്ടുകൂടി വന്നതാണ്. ആ 3 മക്കളുടെ ഓർമ്മ പുതുക്കുന്ന പുത്തുമലയിലെ ഈ ഹൃദയഭൂമിയിൽ എത്തിച്ചേരുമ്പോൾ ഒരുപാട് വികാരങ്ങളുണ്ട്. സയനയോട് പറഞ്ഞതുപോലെ നേരിട്ട് കാണാൻ പറ്റാത്ത മക്കളുടെ മുമ്പിലേക്ക് വരിക എന്നുള്ള ഒരു ചുമതല നിർവഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള എല്ലാവരുമായിട്ട് ഇങ്ങോട്ട് വരാനിടയായത്. ഉറപ്പായിട്ടും അവർ അത്ര വികാരപരമായിട്ടാണ് ഒരു ഘട്ടത്തിൽ എന്നോട് അങ്ങനെ ചോദിക്കാനിടയായത്. വളരെ വളരെ പ്രത്യേകമായിട്ടുള്ളൊരു സാഹചര്യത്തിലുമാണ് അവരവിടെ വന്നു, ഞങ്ങളെയൊക്കെ കണ്ടു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യം, വീട്ടിലൊരാൾ മത്സരിക്കുമ്പോൾ എങ്ങനെയാണോ ഇടപെടുക, ആ വികാരത്തോടെ അവർ വന്നു, ഞങ്ങളെ കണ്ടു. അവിടുത്തെ ഒരു യോഗത്തിൽ പങ്കെടുത്ത് തിരിച്ചു. അതൊന്നും ഏതെങ്കിലും വിധത്തിൽ അനാവശ്യമായ ചർച്ചകൾക്ക് വിധേയമാക്കാനേ പാടില്ലായിരുന്നു. ഇനിയും ഒരു ചർച്ച അക്കാര്യത്തിൽ തുടങ്ങി വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലാത്തതുകൊണ്ടും അതൊക്കെ കേരളത്തിൻ്റെ ജനത സാധാരണ നിലയിൽ മനസ്സിലാക്കിയ കാര്യങ്ങളായതുകൊണ്ടും പ്രത്യേകിച്ച് വളരെ വൈകാരികമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും പാടില്ലാത്ത ഒന്നായിരുന്നു അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളും സൈബർ ആക്രമണങ്ങളും. ആ പെൺകുട്ടി തന്നെ, എൻ്റെ അനിയത്തി തന്നെ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും. ഭയങ്കര ഒരു അപമാനകരമായിട്ടുള്ളൊരു ഘട്ടത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ കേരളം കടന്നു പോകുന്നത്. ഇനി ഡൽഹിക്ക് വിളിപ്പിക്കാൻ ബാക്കിയുള്ളത് വോട്ട് ചെയ്ത ജനങ്ങൾ മാത്രമാണ്. ബാക്കി എല്ലാവരെയും ഏതാണ്ട് ഡൽഹിക്ക് വിളിപ്പിച്ചു. 10 ദിവസം കഴിഞ്ഞു. കോൺഗ്രസ് അവകാശപ്പെടുന്നത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം ഓരോ ദിവസവും കൂടി വരികയാണെന്നാണ്. ഇങ്ങനെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിച്ചാൽ ജനാധിപത്യ സൗന്ദര്യ മത്സരത്തിൽ കേരളം ഒരു മിസ് വേൾഡായിട്ട് തിരഞ്ഞെടുക്കപ്പെടാവുന്ന കരുത്തായി കഴിഞ്ഞു. ഇനിയും ഇതിൻ്റെ ഉയർച്ചയിലേക്ക് ഈ സൗന്ദര്യത്തെ കൊണ്ടുപോകരുത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ നായകനാര് എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശം കോൺഗ്രസിന് തന്നെയാണ്. ഞങ്ങളാരും അതിൽ ഇടപെടുന്നില്ല. പക്ഷെ കോൺഗ്രസ് ഇടപെടണ്ടേ? യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് എത്ര നേരം വേണമെങ്കിലും എടുത്ത് അവരുടെ സംസ്കാരം പോലെ ആളുകൾ തീരുമാനിക്കാമെന്ന് ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷെ ജനാധിപത്യത്തിന് ഭൂഷണമല്ലാത്ത വിധത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് പൊതുവെ കേരളത്തിൽ ആപൽകരമാണ്. കേരളത്തിൽ ഒരിക്കലും കേട്ടുപരിചയമില്ലാത്ത വിധത്തിൽ തലയിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ മുതിരുന്ന വിധത്തിലുള്ള അപക്വവും അപഹാസ്യവുമായിട്ടുള്ള സമരങ്ങളിലേക്ക് ജനാധിപത്യത്തെ കൊണ്ടുപോകുന്നൊരു രീതി കേരളത്തിലുണ്ടായിപ്പോയി എന്നുള്ളത് തികച്ചും അപമാനകരമാണ് ജനാധിപത്യ കേരളത്തിന്. പുതിയ തലമുറ എങ്ങനെയാണ് ഇനി ജനാധിപത്യത്തിൽ ആകൃഷ്ടരായിട്ട് വരിക? ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് രാഷ്ട്രീയം പഠിക്കുന്ന പുതിയ തലമുറ ബോധ്യപ്പെടുമല്ലോ.
ജനാധിപത്യ സൗന്ദര്യ മത്സരത്തിൽ മിസ് വേൾഡ് ആയി ഇപ്പോൾ തന്നെ. ഇനിയും അതിൻ്റെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാതെ എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കണം. ഈ തീരുമാനം കൊണ്ടും തീരുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. മുഖ്യമന്ത്രിക്ക് ഇങ്ങനെയാണ് മത്സരമെങ്കിൽ മന്ത്രിമാരെ തിരഞ്ഞെടുക്കാനുള്ള മത്സരം എത്ര കടുത്തതായിരിക്കും എന്നുള്ളത് ഇപ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കേരളത്തിൽ യഥാർത്ഥത്തിൽ ഒരു പ്രതിസന്ധി വളരെ ബോധപൂർവം ഉണ്ടാക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, സാധാരണ ഒരു മന്ത്രിസഭ രാജി സമർപ്പിച്ചാൽ ആ മന്ത്രിസഭയോട് കാവൽ മന്ത്രിസഭയായി തുടരാനാണ് ഗവർണർ ആവശ്യപ്പെടുക. വളരെ വിചിത്രമായി ഗവർണർ ഇത്തവണ ആവശ്യപ്പെട്ടത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ രാജി പൂർണ്ണമായിട്ടും സ്വീകരിച്ച് മുഖ്യമന്ത്രിയോട് മാത്രം കാവൽ മുഖ്യമന്ത്രിയായി തുടരാനാണ്. അപ്പോൾ ഇങ്ങനെയൊരു പ്രതിസന്ധി കേരളത്തിൻ്റെ ഭരണരംഗത്തുണ്ടാകുന്നത്, പ്രത്യേകിച്ച് മൺസൂൺ ഒരുക്കങ്ങൾ ഉൾപ്പെടെ നടക്കുന്ന ഈ ഘട്ടത്തിൽ കേരളത്തിന് ഗുണകരമാകില്ല. എത്രയും പെട്ടെന്ന് ഈ പ്രതിസന്ധി തീർക്കണം. യഥാർത്ഥത്തിൽ വോട്ട് ചെയ്ത ആളുകൾ ഞങ്ങളെക്കുറിച്ച് ഓർത്ത് അപമാനിതരാകുന്നു എന്ന് ഏറ്റവും പ്രമുഖമായ കോൺഗ്രസിനെ തിരുത്തുന്ന ഘടകകക്ഷിക്ക് തന്നെ പറയേണ്ടി വന്നൊരു ഗതികേടിലേക്ക് ഒരു കാലത്തും കേരളം പോയിട്ടില്ല. ഇതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടിയിട്ടും ഇതിനേക്കാൾ കുറഞ്ഞ സീറ്റ് കിട്ടിയിട്ടും ഇതിനേക്കാൾ തലതൊട്ടപ്പന്മാരുണ്ടായിട്ടും പോയിട്ടില്ല. അപമാനകരം എന്നതിനേക്കാൾ കൂടുതൽ വാക്ക് പ്രയോഗിക്കാനില്ല. CPIയുടെ കൊല്ലം ജില്ലാ നേതൃത്വത്തിൽ ഒരു വിമർശനം ഉണ്ടായിരുന്നു. അതായത് CPM-ആയിട്ട് കീഴ്പ്പെട്ട് വരുന്ന അവസ്ഥയാണ്, എന്നെക്കാളും ഒരു ലൈക്കിലാണെന്നാണ് കൊല്ലം ജില്ലാ നേതൃത്വത്തിൽ പറ്റി ഒരു വിമർശനം ഉണ്ടായിരുന്നു. പാർട്ടി ദേശീയ കൗൺസിൽ മെമ്പറായിരിക്കുന്ന എനിക്ക് കിട്ടാത്ത വിവരം അങ്ങേക്ക് കിട്ടിയതിൽ സന്തോഷം. പക്ഷേ അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ചർച്ച ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ ചർച്ച ചെയ്തതിന് ശേഷം പറയാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിലൊരു വേറെ പ്രശ്നവുമില്ല. കാരണം കടുത്ത മത്സരമായിരുന്നു നടന്നത്. ഏറ്റവും മോശപ്പെട്ട തോൽവിയാണ് ഇടതുപക്ഷം ഏറ്റുവാങ്ങിയത്. അതിൽ പിന്നെ തർക്കിച്ച് കണക്കിൻ്റെയും ശതമാനത്തിൻ്റെയും തർക്കത്തിനും തള്ളിനും ഞങ്ങളില്ല. വളരെ ഗൗരവമായി ബ്രാഞ്ച് തലം വരെ പോയി ഇരു പാർട്ടികളും ഘടകകക്ഷികളും അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കും. ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളും, തിരുത്തേണ്ടത് തിരുത്തും, പരിശോധിക്കപ്പെടേണ്ടത് പരിശോധിക്കപ്പെടും. അത് നിങ്ങളോട് തുറന്ന് പറയുകയും ചെയ്യും. അതുകൊണ്ട് കുറച്ച് നാൾ വല്ലാതെ ഇതിൽ തലയിടാതെ റെസ്റ്റ് ചെയ്യുക. ഞങ്ങൾ നടത്തുന്ന ചർച്ച ജനസമക്ഷം പച്ചയ്ക്ക് പറയും. അത് ഞങ്ങൾ സ്വയം തിരുത്തും. ഇടതുപക്ഷം ഒരു തിരുത്തൽ ശക്തിയായി തന്നെ കേരളത്തിൽ നിലകൊള്ളുകയും ചെയ്യും. മുഖ്യമന്ത്രി വരട്ടെ, എന്നിട്ട് നമുക്ക് പ്രതിപക്ഷത്തേക്ക് കിടക്കാം. മുഖ്യമന്ത്രി ഉണ്ടായാലല്ലേ പ്രതിപക്ഷം ഉണ്ടാവുള്ളൂ. ഭരണപക്ഷത്തിനാണ് പ്രതിപക്ഷം. ഇനി ഇതിങ്ങനെ തുടരാൻ തീരുമാനിച്ചില്ലെങ്കിലും എന്തായാലും അവിടുത്തെ ചർച്ച കഴിയട്ടെ. ഇനി കേരളത്തിലെ വോട്ട് ചെയ്തവരെ വിളിപ്പിക്കരുത്, അങ്ങനെ ഒരു അഭ്യർത്ഥനയുണ്ട്. തീരുമാനിച്ച് പറയാന്നേ.